മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ആൻമേരി മീഡിയയുടെ മാർവാലാഹ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം. എളുപ്പവഴി വചനം പഠിക്കാം കൊട്ടേഷനോടുകൂടി. ഇന്നത്തെ കൊട്ടേഷൻ 14:15 എളുപ്പത്തിൽ ഓർത്തിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷമാണ്, 14 അധ്യായം 15 വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഇനി നമ്മൾ കൽപ്പന പാലിച്ചാൽ, അവൻ്റെ വചനം അനുസരിച്ചാൽ ഉള്ള വലിയ ഒരു ഗിഫ്റ്റാണ് അടുത്ത വചനം. 14 അധ്യായം 23 വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 14:23. യേശു പ്രതിവദിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ആരാണ് ഈ ഞങ്ങൾ എന്നെന്ന് നമുക്കറിയാം. ദൈവം ഒറ്റയ്ക്കല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂവരും ചേർന്ന് നമ്മളിൽ വന്ന് വസിക്കും, വാസമുറപ്പിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിൻ്റെ ഉള്ളിൽ വന്ന് വാസമുറപ്പിച്ചാൽ പിന്നെ നിനക്ക് എന്തിൻ്റെ കുറവാണ് ഉള്ളത്? ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, വചനം പാലിക്കുക. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. 14 അധ്യായം 23 വാക്യമാണിത്. ഇനി 14:15 നമ്മൾ ആദ്യമേ പഠിച്ചു. ചെറിയ വചനം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ 14:15, യോഹന്നാൻ 14:23 2 വചനങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കാം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളിൽ വന്ന് വാസമുറപ്പിക്കുവാൻ അവൻ്റെ വചനം പാലിക്കാം. ആമേൻ.